നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡും PSG-യും തമ്മിൽ ഡയമണ്ടിക്ക് വേണ്ടി ഒരു പോരാട്ടം നടത്തി. പക്ഷേ യാൻ ഡയമണ്ട് ഒടുവിൽ റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറുകയാണ്. ഇതിൽ PSG ആഴ്ചകൾക്ക് മുമ്പ് തന്നെ താരവുമായിട്ട് പേഴ്സണൽ ടേമൊക്കെ എഗ്രി ചെയ്തിരുന്നതാണ്. RB ലീപ്സിഗുമായിട്ട് ഒരു ഫൈനൽ തീരുമാനത്തിലേക്ക് പോയില്ല എന്ന് മാത്രമേ ഉള്ളൂ. 100 മില്യൺ യൂറോയോളം അവരും ഓഫർ ചെയ്താണ്. 90 മില്യൺ യൂറോ പ്ലസ് 10 മില്യൺ യൂറോ ആഡ് ഓൺ എന്ന രൂപത്തിലാണ് കൊടുത്തിരുന്നത്. എന്നാൽ വളരെ പെട്ടെന്ന് കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്കുള്ളിലാണ് PSG ഒട്ടും നനച്ചിരിക്കാതെ റയൽ ഇത് ഹൈജാക്ക് ചെയ്യുന്നത്. റയൽ 100 മില്യൺ ഓഫർ ചെയ്യുന്നു. കൂടാതെ തന്നെ താരവുമായിട്ട് പേഴ്സണൽ ടേംസിൽ എഗ്രി ചെയ്യുന്നു. ഇനിയിപ്പോൾ താരം PSG വേണ്ട, റയലിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചിരിപ്പാണ്. PSG സംബന്ധിച്ചിടത്തോളം ഇത് അവർ വളരെ വലിയ രൂപത്തിൽ ഡിസപ്പോയിൻറ്റഡ് ആണ് എന്ന വാർത്ത വരുന്നു. ഫബ്രിസിയോ റൊബാനോ ഇത് പറയുന്നുണ്ട്. PSG ആർ വെരി ഡിസപ്പോയിൻറ്റഡ് വിത്ത് റയൽ മാഡ്രിഡ്. അവർ ഇത്തരത്തിലുള്ള ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇതൊരു സർപ്രൈസ് ആയിട്ടാണ് അവർ കാണുന്നത്. കാരണം രണ്ട് ക്ലബ്ബുകൾ തമ്മിൽ ഇഷ്യൂസ് ഉണ്ട്, കിലിയൻ എംബാപ്പയുടെ വിഷയത്തിലും മറ്റുമൊക്കെ ആയിട്ട്. പക്ഷേ ഈ യാൻ ഡയമണ്ടയുടെ കാര്യത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നവർ കരുതിയിരുന്നില്ല. ഇത് വലിയ രൂപത്തിൽ അവർ സർപ്രൈസിങ് ആയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ PSG-ക്ക് കൂടുതൽ പൈസ ഓഫർ ചെയ്തുകൊണ്ടൊരു ഇൻഫ്ലേഷൻ ഗെയിം കളിക്കാമായിരുന്നു. ഫൈനാൻഷ്യലി അത്തരത്തിലുള്ളൊരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ PSG അതിലേക്ക് പോയില്ല എന്നുള്ളതാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അവരാ കാര്യത്തിൽ ഫെയറായിട്ട് നിൽക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ചെയ്തത് എന്നുകൂടി ഫബ്രിസിയോ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത് ഇനി മാർക്കറ്റിൽ ഏത് രൂപത്തിൽ പ്രതിഫലിക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. റയൽ മാഡ്രിഡ് ആവട്ടെ നിരവധി സൈനിങ്ങുകളുമായിട്ട് അവർ ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോ അങ്ങ് എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. റോഡ്രിയെ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. റോഡ്രിയുടെ കാര്യത്തിൽ എന്തായാലും ഇനിയിപ്പോൾ എന്ത് സംഭവിക്കുന്നത് കണ്ടറിയണം. PSG-ക്ക് അദ്ദേഹത്തിൽ താല്പര്യമുണ്ടെന്ന തരത്തിലുള്ള ചില സൂചനകൾ വരുന്നു. ഇനി അങ്ങനെ ഒരു ഫൈറ്റിലേക്ക് പോകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഏതായാലും റോഡ്രി റയലിലേക്ക് ചേരാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് തൻ്റെ നാട്ടിലേക്ക് മടങ്ങിയെത്തണമെന്നാണ് താല്പര്യമുള്ളത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.